ഈ ദിവസം ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ലൈവ് അറ്റ് 6 തുടങ്ങുന്നു. പ്രധാന വാർത്തകളിലേക്ക്. പരാതി ചോർച്ചാ വിവാദം പാടെ തള്ളി CPM. മകന്റെ പേരിലുള്ള ആരോപണം അസംബന്ധമെന്ന് MV ഗോവിന്ദൻ. 4 വർഷമായി വാട്സാപ്പിൽ കറങ്ങുന്ന കത്തെന്ന് MP രാജേഷ്. മാനനഷ്ട കേസ് നൽകുമെന്ന് തോമസ് ഐസക്. രാജേഷ് കൃഷ്ണയും മന്ത്രിമാരും അടക്കം ഉള്ളവരും തമ്മിലുള്ള ബന്ധം ന്യൂസ് 18ലൂടെ വെളിപ്പെടുത്തി ഷർഷാദ്. വിവാദത്തിന് പിന്നിൽ കുടുംബ വഴക്കെന്ന് ഷർഷാദിന്റെ മുൻ ഭാര്യ. ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല. നിലവിലുള്ള നിയമം അനുസരിച്ച് MP-മാർ MLA-മാരായിട്ട് മത്സരിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് പാർട്ടി തീരുമാനിച്ചത്. കോൺഗ്രസ് MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടെന്ന് K മുരളീധരൻ. ഒഴിയുന്ന മണ്ഡലങ്ങളിൽ എങ്ങനെ ജയിക്കുമെന്ന് ചോദ്യം. താൻ മത്സരിക്കണോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്നും മുരളീധരൻ. പ്രതികരണം ന്യൂസ് 18 വാർത്തയോട്. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സമവായത്തിന് ശ്രമിച്ച ഭരണപക്ഷം. സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താൻ പ്രതിപക്ഷത്തിന്റെ നീക്കം. CP രാധാകൃഷ്ണന് പിന്തുണയില്ലെന്ന് സ്റ്റാലിൻ. രാധാകൃഷ്ണൻ മോദിയെ കണ്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കടുപ്പിച്ച് പ്രതിപക്ഷം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാൻ പ്രമേയം കൊണ്ടുവരും. ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ കമ്മീഷൻ പരാജയപ്പെട്ടെന്ന ആരോപണം. രാഹുലിന്റെ വോട്ട് അധികാർ യാത്ര തുടരുന്നു. റാപ്പർ വേടനെതിരെ കൂടുതൽ പീഡന പരാതികൾ. ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി വെളിപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് 2 യുവതികളുടെ പരാതി. ബലാത്സംഗ കേസിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിന് ബംഗാൾ മോഡൽ സെർച്ച് കമ്മിറ്റി. കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു. റിട്ടയർഡ് ജഡ്ജി കമ്മിറ്റിയുടെ അധ്യക്ഷൻ. 2 മാസത്തിനകം സ്ഥിരം VCയെ നിയമിക്കണമെന്ന് സുപ്രീം കോടതി. CPMലെ പരാതി ചോർച്ചാ വിവാദത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ പുറത്ത് വന്ന ദിവസം ഇതാദ്യമായി നേതാക്കളുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ വന്നു. വാർത്ത അസംബന്ധം എന്ന നിലപാടിലാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നേതാക്കളുമുള്ളത്. എന്നാൽ വ്യവസായി രാജേഷ് കൃഷ്ണയ്ക്കെതിരെയുള്ള ആരോപണം ആവർത്തിക്കുകയാണ് പരാതിക്കാരനായ ഷർഷാദ്. പാർട്ടിക്കും സർക്കാരിനുമെതിരെ ഉയരുന്ന ഗുരുതരമായ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ CPM നേതൃത്വം ഇനിയും തയ്യാറായിട്ടില്ല. പ്രധാനമായും പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ലക്ഷ്യമിട്ടാണ് ഈ ആരോപണങ്ങളെല്ലാം പുറത്തുവരുന്നത്. അദ്ദേഹത്തിന്റെ മകന് ആണ് ഈ രേഖ ഈ പാർട്ടിക്ക് നൽകിയ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ കത്ത് ചോർത്തിയെന്ന ഗുരുതരമായ ആരോപണമാണ് ഷർഷാദ് പാർട്ടി ജനറൽ സെക്രട്ടറി MAVക്ക് അയച്ച കത്തിൽ ഉന്നയിച്ചത്. എന്നാൽ ആ ആരോപണത്തോടും കൃത്യമായ മറുപടി MV ഗോവിന്ദൻ പറയുന്നില്ല. പകരം അസംബന്ധമെന്ന് പറഞ്ഞ് ഒഴിയുകയാണ് MV ഗോവിന്ദൻ ഇന്ന് ചെയ്തത്. പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഒരു വിവാദമല്ലേ പക്ഷെ ഒന്നും പറയാനില്ലേ, പ്രതികരിക്കുന്നില്ലേ? ഇന്നലെ പ്രതികരിച്ചു. അസംബന്ധങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല. അതാ പറഞ്ഞത്. അതാ മലയാളം പറഞ്ഞത്. മലയാളത്തിലാ പറഞ്ഞത്. സംസ്ഥാന സമിതിക്ക് മുമ്പാകെ ഇത്തരമൊരു പരാതിയോ കത്തോ വന്നിട്ടില്ല. അത് ചർച്ചയായിട്ടില്ല എന്നാണ് CPMന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ V ശിവൻകുട്ടി പറയുന്നത്. നിരവധി അവതാരങ്ങൾ പാർട്ടിക്ക് ചുറ്റും ഉണ്ടാകും. പക്ഷെ അതൊന്നുമല്ല പാർട്ടി. ആ അവതാരങ്ങൾ പറയുന്നത് കേട്ടല്ല പാർട്ടി പ്രവർത്തിക്കുകയെന്നും പാർട്ടി നേതാക്കളെ തീരുമാനിക്കുന്നതും അവരല്ലെന്നും V ശിവൻകുട്ടിയും പ്രതികരിച്ചു. അവതാരങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്നതല്ലാതെ പാർട്ടിക്കകത്ത് അവർക്ക് വേറെ സ്വാധീനമൊന്നുമില്ല. അവരിങ്ങനെ അവതാരങ്ങളാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പാർട്ടിയായിട്ട് ഒരു ബന്ധം ഉണ്ടാവും. അത്രയും കാര്യത്തിൽ കാണേണ്ടതായിട്ടുണ്ട്. അല്ല, ഈ അവതാരങ്ങളൊന്നുമല്ലല്ലോ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരെ നിശ്ചയിക്കുന്നതും പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും മന്ത്രിമാരെ തീരുമാനിക്കുന്നതും വകുപ്പ് തീരുമാനിക്കുന്നതും ഈ അവതാരങ്ങളൊന്നും അല്ലല്ലോ. അവതാരങ്ങളെ വഴിക്കങ്ങ് പറഞ്ഞുകൊണ്ട് നടക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇന്ന് വൃത്തിയില്ലെന്ന് പറഞ്ഞാൽ അത് തന്നെ സ്വയം മതിയാക്കും. അങ്ങനെ ചരിത്രമുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കാണുന്ന ഒരു പ്രചരണമായിട്ട് മാത്രമേ ഞങ്ങൾ ഇതിനെ കാണുന്നു. പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്ന കാര്യമുണ്ട്, പാർട്ടിക്കകത്ത് പുറത്ത് ചർച്ച ചെയ്യുന്ന കാര്യമുണ്ട്. അങ്ങനെ പല നടപടികളും പാർട്ടിക്കകത്ത് ഉണ്ടല്ലോ. അതൊന്നും
ഇതുവരെ ആരും തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഒരു കോടതി തെളിയിക്കപ്പെട്ടിട്ടില്ല, മറ്റേതെങ്കിലും ആധികാരികമായിട്ടുള്ള സ്ഥാപനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇത് സമൂഹത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ള സംഗതിയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി പറയേണ്ട ബന്ധപ്പെട്ടവരും പറയും. ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ കൊണ്ടൊന്നും CPM-നെയും CPM-ന്റെ നേതാക്കന്മാരെയും തകർക്കുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. തന്റെ ആരോപണങ്ങളിൽ ഉറച്ചു നിന്നുള്ള പ്രതികരണമാണ് ഇന്നും ഷർഷാദ് നടത്തിയത്. താൻ പറഞ്ഞ കാര്യങ്ങൾ തന്റെ വ്യക്തമായ അറിവോടുകൂടി ഉള്ളതാണ്. ലോക കേരള സഭയെ അടക്കം ദുരുപയോഗം ചെയ്താണ് രാജേഷ് കൃഷ്ണ പ്രവർത്തിക്കുന്നത്. വളരെ പെട്ടെന്ന് വലിയ സാമ്പത്തിക ചുറ്റുപാട് ഇയാൾക്കുണ്ടായി. അത് CPM നേതാക്കളെയൊക്കെ ഉപയോഗിച്ച് തന്നെയാണ്, ബന്ധങ്ങൾ ഉപയോഗിച്ച് തന്നെയാണെന്ന ആരോപണത്തിലും ഇന്നും ഷർഷാദ് ആ ആരോപണം ഇന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. അതീവ ഗുരുതരമായ ആരോപണമാണ് ഇന്നും CPM നേതാക്കൾക്ക് എതിരെ കൂടി ഷർഷാദ് ഉന്നയിക്കുന്നത്. മാത്രമല്ല രാജേഷ് കൃഷ്ണയുടെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച സംശയങ്ങളും ഷർഷാദ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു പാർട്ടി കോൺഗ്രസിൽ ഈ അവസാന നിമിഷം നാളെ പാർട്ടി കോൺഗ്രസ് കാലത്ത് കൊടികേറുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ന്യൂസ് ഒരാളെ അതിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് ഒരു പരിധി വരെയൊക്കെ അവരത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാതെ നോക്കില്ലേ. അപ്പൊ അത്രയും ഗൗരവമുള്ള പരാതി ആയതുകൊണ്ടല്ല, ആ പരാതി ഇപ്പൊ പബ്ലിക് ആയല്ലോ, ആ പരാതി ഗൗരവമുള്ളതായതുകൊണ്ടും അത് അവർ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ അങ്ങനെ ഒരു നിലപാടെടുത്തത്. CPM-ന്റെ പാർട്ടി കോൺഗ്രസ് ചരിത്രത്തിൽ പ്രതിനിധിയായിട്ട് വന്ന ഒരാളെ അവസാന നിമിഷം പുറത്താക്കിയിട്ടുണ്ടോ? ലോക കേരള സഭയും അതുപോലെ തന്നെ ആഴക്കടൽ മത്സ്യബന്ധനവും അടക്കമുള്ള സംസ്ഥാന സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട അഭിമാന പദ്ധതികൾ അവർ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളൊക്കെ സംശയത്തിലാക്കുന്ന ആരോപണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ഇതിന് പിന്നിൽ പാർട്ടിയിലെ വിഭാഗീയ നീക്കങ്ങളുമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇതുവരെയും ഒരു കൃത്യമായ മറുപടിക്ക് നേതൃത്വം തയ്യാറാകുന്നില്ല. CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ ചേരുമ്പോൾ അതിലും ഈ വിഷയം ഒരുപക്ഷെ ചർച്ചയായേക്കാം. കാരണം പൊളിറ്റ് ബ്യൂറോയ്ക്ക് കൂടി നൽകിയ കത്താണ് ചോർന്നത്. പാർട്ടി ഒരു രഹസ്യരേഖ സൂക്ഷിക്കേണ്ട കത്താണ് കോടതിയിലെത്തിയത്. അതിനാരാണ് ഉത്തരവാദി എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി ബാധ്യതയാണ്. സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ വൈകാതെ നടത്തിയേക്കും. ഇപ്പോഴത്തെ അവരുടെ പ്രതികരണം കഴമ്പില്ലാത്ത ആരോപണം, തെളിവില്ലാത്ത ആരോപണം, നേരത്തെ തന്നെ പൊതുരംഗത്ത് വന്ന ആരോപണം എന്ന് പറഞ്ഞുകൊണ്ട് തടുതപ്പാനാണ് CPM-ന്റെ ഇപ്പോഴത്തെ ശ്രമം. പക്ഷേ രാജേഷ് കൃഷ്ണ എന്ന CPM-ന്റെ UK-യിലെ നേതാവ് കൂടിയായ ആൾക്കെതിരെയാണ് ഇത്രയും ആരോപണം. അതിൽ CPM സംസ്ഥാന സെക്രട്ടറി മകന്റെ പേര് ഉണ്ട്. അതുപോലെ മന്ത്രിമാരടക്കമുള്ള CPM-ന് വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരും ഈ ആരോപണ സംശയ നേരിലാണ്. അതിന് വ്യക്തമായ ഒരു സംശയ ദൂരീകരണത്തിന് പോലും CPM തയ്യാറാകാത്തതാണ് ദുരൂഹമായി തുടരുന്നത്. ഉച്ചയ്ക്ക് ശേഷം നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായി. കത്ത് ചോർച്ച വിവാദത്തിൽ പാർട്ടി സെക്രട്ടറി മറുപടി പറയുമെന്നായിരുന്നു മന്ത്രി MP രാജേഷിന്റെ മറുപടി. 4 വർഷമായി വാട്സപ്പിൽ കറങ്ങുന്ന കത്താണിതെന്നും രാജേഷ് പരിഹസിച്ചു. അതിന് പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞല്ലേ. കുറെ പേരുണ്ടല്ലോ. ഈ കത്ത് 4 കൊല്ലമായിട്ട് വാട്സാപ്പിൽ നടക്കുന്ന കത്തല്ലേ. അപ്പം ഇനി ഇങ്ങനെ പഴയ കത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞതും ഒക്കെ ഇനി വരും. തെരഞ്ഞെടുപ്പിന് 5-6 മാസമല്ലേ ഉള്ളൂ. അത് 4 കൊല്ലമായിട്ട് വാട്സാപ്പിൽ കറങ്ങി നടക്കുന്ന ഒരു സാധനമാണിത്. അപ്പം അത് നടക്കട്ടെ. ഇമാതിരിയുള്ള തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിനെ വാർത്തയാക്കിയിട്ട് ആഘോഷിക്കുന്നത് കുറച്ച് പരിതാപകരമാണ്. അത്രേ പറയാൻ പറ്റൂ. പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ, നാളെയും ഇവിടെ ഉണ്ടാവും. അതെല്ലാം ബാധിക്കുന്ന കാലങ്ങൾ. പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോൾ വലിയ വിഷമമൊക്കെ ആയിരുന്നു. ഇപ്പം പുല്ല് വിലയാണ്. അപ്പം നടക്കട്ടെ, ആഘോഷം നടക്കട്ടെ. നിങ്ങൾ എത്ര കാലം ഇത്തരം ആളുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകും നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് കാണാം. തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക്. രാജേഷ് കൃഷ്ണ ബിനാമിയാണെന്ന ആരോപണം അസംബന്ധമാണ്. ഷർഷാദിന്റെ ബാങ്ക് വായ്പ മുടങ്ങിയ സമയത്ത് ബാങ്കിലേക്ക് വിളിച്ചു എന്നത് വാസ്തവമാണെന്നും തോമസ് ഐസക് പറഞ്ഞു. 2024 മെയ് 17 CPM നേതൃത്വത്തിന് ഷർഷാദ് അയച്ച പരാതിയുടെ പകർപ്പ് പുറത്ത്. MV ഗോവിന്ദനെതിരെയുള്ള ആരോപണങ്ങൾ രാജേഷ് കൃഷ്ണ പറഞ്ഞതനുസരിച്ചാണെന്ന് കത്തിലുണ്ട്. ശ്യാംജിത്തിനെതിരെ പറഞ്ഞതും രാജേഷ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. രാജേഷ് കൃഷ്ണയ്ക്കെതിരായുള്ള ഓൺലൈൻ ചാനലിലെ ഇന്റർവ്യൂവിന് ശേഷം പാർട്ടി നൽകിയ കത്തിലാണ് വിശദീകരണം.
പരാതിക്കത്തിലാണ് നിർണായകമായ പല വിവരങ്ങളും ഷർഷാദ് പറയുന്നത്. 2024 മെയ് 17 CPM നേതൃത്വത്തിന് ഷർഷാദ് ഈ പരാതി അയച്ചിട്ടുള്ളത്. MV ഗോവിന്ദനെതിരെയുള്ള ആരോപണങ്ങൾ രാജേഷ് കൃഷ്ണ പറഞ്ഞതനുസരിച്ചാണെന്ന് ഈ കത്തിൽ പറയുന്നു. അതായത് ഇവർ സൗഹൃദത്തിലായിരുന്ന സമയത്ത് രാജേഷ് കൃഷ്ണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ കത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് എന്നതാണ് ഇതിൽ പറയുന്നത്. MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിനെതിരെ കാര്യങ്ങൾ ഉന്നയിച്ചതും ഈ രാജേഷ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ഈ കത്തിൽ പറയുന്നുണ്ട്. VV അരുൺ വിശദാംശങ്ങളുമായി. അരുൺ, 2024 മെയ്യിൽ അയച്ച ഈ കത്ത് എങ്ങനെയാണ് ഈ കേസിൽ നിർണായകമാവുന്നത്, അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ വിവാദങ്ങളിൽ നിർണായകമാവുന്നത്? എന്തൊക്കെയാണ് ഈ കത്തിൽ പറയുന്നത്? MV ഗോവിന്ദന്റെ മകനാണ് ഈ കത്ത് പാർട്ടിക്ക് കൊടുത്ത കത്ത് ചോർത്തിയതാണ് ഇപ്പോൾ ഷർഷാദിന്റെ ആരോപണം. എന്നാൽ 2024 മെയ്യിൽ ഒരു കത്ത് CPM സംസ്ഥാന കമ്മിറ്റിക്ക്, സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്ക് നൽകിയിരുന്നു. ഈ ഷർഷാദ് നൽകിയിരുന്നു. അതിൽ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊന്നും ആ കത്തിൽ ഉണ്ടായിട്ടില്ല. പകരം MV ഗോവിന്ദനെ താൻ ഏറ്റവും ബഹുമാനിക്കുന്ന നേതാക്കളെന്നാണ് അതിൽ വിശേഷിപ്പിക്കുന്നത്. മാത്രവുമല്ല, രാജേഷ് കൃഷ്ണക്കെതിരെയുള്ള ആരോപണമാണ് താൻ പറയാൻ ഉദ്ദേശിച്ചത്. രാജേഷ് കൃഷ്ണ ഈ പാർട്ടി നേതാക്കളുടെ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയെ ചൂഷണം ചെയ്യുന്നു. അതാണ് തന്റെ പ്രധാന പരാതി. കഴിഞ്ഞ വർഷം മെയ് 17 ഈ കത്ത് പാർട്ടിക്ക് CPM അയച്ചിട്ടുള്ളത്. പാർട്ടി നേതാക്കൾക്കും ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിനെതിരാണ് വിവരങ്ങൾ രാജേഷ് കൃഷ്ണയാണ് തന്നോട് പറഞ്ഞത്. അത് പ്രകാരം താൻ ആ ഒരു അഭിമുഖത്തിൽ, ഓൺലൈൻ ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാണ് ഈ കത്തിൽ വ്യക്തമാക്കുന്നത്. അതിന് അപ്പുറത്തേക്ക് CPM നേതാക്കളുടെ ആരുടെ പേരിലും ആരോപണമോ അല്ലെങ്കിൽ MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിനെതിരെയുള്ള ആരോപണങ്ങളോ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പൂർണ്ണമായും ആരോപണങ്ങൾ MV ഗോവിന്ദനെതിരെയാണ്. ആ സാഹചര്യത്തിലാണ് CPM ഈ കത്ത് പുറത്തുവിടുന്നത്. അന്ന് പറയാത്ത കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത് ദുരൂഹതയുണ്ട് എന്നാണ് CPMന്റെ ആരോപണം. അത് തുറന്നു പറയുന്നതിന് പകരം അത്തരം ഒരു കത്ത് പുറത്തുവിടും, ഷർഷാദിന്റെ നേരത്തെയുള്ള കത്ത് പുറത്തുവിടുകയാണ് CPM ചെയ്യുന്നത്. ശ്രീജ, ഈ ഷർഷാദ് പറയുന്നത് എല്ലാം അസംബന്ധമാണ് എന്ന് പറഞ്ഞൊഴിയാനാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ, ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും നേതാക്കൾ ശ്രമിക്കുന്നത്. ഈ കത്തിലൂടെ ഇപ്പോൾ രാജേഷ് കൃഷ്ണ പറഞ്ഞതനുസരിച്ച് നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, അതിനുശേഷം ഇപ്പോൾ രാജേഷ് കൃഷ്ണക്കെതിരെ വീണ്ടും ആരോപണം, അങ്ങനെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളാണ് ഷർഷാദ്. ഇതാണോ ഈ കത്തിലൂടെ CPM സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? സ്വാഭാവികമായി അതുകൂടി തന്നെയാണ്. കാരണം ഷർഷാദ് നേരത്തെ ഈ ആരോപണം ഷർഷാദ് ഉന്നയിച്ചതാണ്. അന്ന് പാർട്ടി ആ രീതിയിൽ ഒന്നുമില്ല എന്ന് കഴമ്പില്ലെന്ന് കണ്ട് തള്ളിയതാണ് CPM നേതാക്കൾ പരോക്ഷമായി നമ്മളത് പേഴ്സണലി സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്. അത് ശരിവെക്കുന്ന, അല്ലെങ്കിൽ അതിന് സാധൂകരിക്കാൻ തക്ക ഒരു തെളിവായി കൂടിയാണ് CPM ഇത് ഇപ്പോൾ പുറത്തുവിടുന്നത്. പാർട്ടിക്ക് ലഭിച്ച കത്താണ്. നമുക്കറിയാം CPMന്റെ എത്രത്തോളം പ്രതിരോധത്തിലായിരിക്കുന്നു CPM എന്നതുകൂടി വ്യക്തമാണ്. കാരണം ഇത്തരത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് ഒരു വ്യക്തി അയച്ച കത്ത് CPM പുറത്തുവിടുക എന്നൊക്കെ പറഞ്ഞാൽ തികച്ചും അസാധാരണ നടപടിയാണ്. പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ ഒരു കത്ത് പുറത്തു പോകുന്നത് അതിലേറെ അസാധാരണമാണ്. അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് CPM ഇപ്പോൾ ഈ ഒരു മാർഗം സ്വീകരിക്കുന്നത്. 2024 മെയ്യിൽ ഷർഷാദ് തന്നെ അയച്ച കത്ത്, അതിൽ ഒരിടത്തും CPMന്റെ നേതാക്കൾക്കെതിരായ ആരോപണമില്ല, CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരായ ആരോപണമില്ല, അദ്ദേഹത്തിന്റെ മകനെതിരായ ആരോപണമില്ല. പകരം രാജേഷ് കൃഷ്ണ എന്ന വ്യക്തി പാർട്ടി നേതാക്കളുമായുള്ള ബന്ധം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ആ കാര്യം താൻ പാർട്ടി അറിയിക്കുകയാണ്. പക്ഷേ ആ ഒരു ഓൺലൈൻ അഭിമുഖത്തിൽ താൻ ചില കാര്യങ്ങൾ പാർട്ടിക്കും സെക്രട്ടറിക്കും ഒക്കെ പറഞ്ഞു പോയത് രാജേഷ് കൃഷ്ണ പറഞ്ഞുകൊണ്ട് മാത്രമാണെന്ന് കൂടി വ്യക്തമാക്കുന്ന ഒരു കത്താണ്. സ്വാഭാവികമായും ഷർഷാദിന്റെ ഇപ്പോഴത്തെ ആരോപണങ്ങൾ കലമ്പില്ലാത്തതെന്ന് സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് CPM ഈ കത്തിപ്പോൾ പുറത്തുവിടുന്നത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി കിട്ടിയ ഒരു കത്ത് സാധാരണഗതിയിൽ വളരെ രഹസ്യരേഖ CPM സൂക്ഷിക്കാറുള്ള കത്താണ് ഇപ്പോൾ ഈ രീതിയിൽ മാധ്യമങ്ങൾക്ക് CPM കേന്ദ്രങ്ങൾ നൽകുന്നത്. അസാധാരണമായ ഒരു നടപടിയാണ് CPMന്റെ ഭാഗത്തു നിന്നുള്ളത്. MV ഗോവിന്ദനെതിരായ ആരോപണങ്ങൾ ഈ കത്തിൽ പറയുന്നുണ്ട്. ആ ആരോപണങ്ങൾ ഉന്നയിച്ചത് രാജേഷ് കൃഷ്ണ പറഞ്ഞിട്ടാണ്. അതായത് രാജേഷ് കൃഷ്ണ ചതിച്ചു, MV ഗോവിന്ദനും മകനുമെതിരെയുള്ള ആരോപണങ്ങൾ രാജേഷ് കൃഷ്ണയാണ് പറഞ്ഞത്. അങ്ങനൊരു വാദം ഈ കത്തിൽ ഇയാൾ ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? രാജേഷ് കൃഷ്ണയാണ് തനിക്കെതിരെ തന്നോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്ന് തന്നെയാണ് പറയുന്നത്. രാജേഷ് കൃഷ്ണക്കെതിരെയാണ് ഇദ്ദേഹത്തിന്റെ ഷർഷാദിന്റെ പരാതിയും. രാജേഷ് കൃഷ്ണയാണ് പലപ്പോഴും CPM നേതാക്കളുടെ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അനധികൃതമായ പല കാര്യങ്ങൾ ചെയ്യുകയും പല തട്ടിപ്പുകൾ നടത്തുകയും ചെയ്തതെന്നാണ് ഷർഷാദ് ആരോപിക്കുന്നത്. ആ കാര്യങ്ങളാണ് ഈ കത്തിലും അയാൾ വ്യക്തമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് CPM നേതാക്കളോട് അല്ലെങ്കിൽ MV ഗോവിന്ദനോടോ മറ്റേതെങ്കിലും നേതാക്കളോട് തനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് ഇവിടെ ഷർഷാദ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് ഈ CBക്ക് നൽകിയ കത്ത് ചോർത്തിയത് പോലും MV ഗോവിന്ദന്റെ മകൻ
ശ്യാംജിത്ത് ആണെന്നാണ് ഇപ്പോഴത്തെ പുതിയ ആരോപണം. എന്നാൽ അതിനൊക്കെ ഘടകവിരുദ്ധമായ ഒരു കത്താണ് നേരത്തെ 2024 മെയ് 17 ഷർഷാദ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഐക്യ സെന്ററിലേക്ക് അടക്കം അയച്ച സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറിക്ക് കത്തിന്റെ പകർപ്പുണ്ട്. MA ബേബിക്കുണ്ട്, പ്രകാശ് കാരാട്ടിനുണ്ട്, അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ M സ്വരാജിനുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട KK രാഗേഷ് ഉൾപ്പെടെയുള്ള CPM-ന്റെയും CPM പാർട്ടി നേതാക്കൾക്കും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പ്രമുഖർക്കും ഒക്കെ അയച്ച കത്തിന്റെ പകർപ്പാണിത്. അതിൽ ഒരു തരത്തിലും ഈ CPM നേതാക്കളെ കുറ്റപ്പെടുത്തുകയോ ഇവിടെ ഒരു കാര്യമുള്ളത് പ്രധാനമായി പറയുന്നത് മൈ പോയിന്റ് of concern is only Mr. Rajesh Krishna who has destroyed my family. He claims to be a party member and has been claiming close association with various leaders like Sri MV Govindan and his son Shyamjit MV, Thomas Isaac, P. C. Ramakrishnan, P. K. Biju, MV Rajesh. He has also been claiming those relationships with P. Shashi, current political secretary of Honorable CM. ഇങ്ങനെ നേതാക്കളുമായുള്ള ബന്ധമൊക്കെ പേര് പറഞ്ഞ് ദുരുപയോഗം ചെയ്യുന്നു രാജേഷ് കൃഷ്ണ. അത് പാർട്ടി അറിയിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് നൽകുന്നത്. ഒരു കാര്യം കൂടി പറയുന്നു. All my statements against party leaders and Shyamjit are based on information shared by Mr. Rajesh Krishna, who claims to have several videos, sensitive information against them. അതായത് ഈ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ രാജേഷ് കൃഷ്ണ തന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ നേതാക്കൾക്കെതിരെ വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവായ രേഖകളും ദൃശ്യങ്ങളും തന്റെ കയ്യിലുണ്ട് എന്നുകൂടി വിവരങ്ങളുമുണ്ട് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്റെ അഭിമുഖം എന്നാണ് ഈ കത്തിൽ ഇയാൾ ഷർഷാദ് പറയുന്നത്. അതായത് രാജേഷ് കൃഷ്ണയ്ക്ക് CPM നേതാക്കളെ ഭയപ്പെടുത്താൻ പേടിപ്പിക്കാൻ തക്ക എന്തോ കാര്യങ്ങൾ അയാളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു എന്നുകൂടി തന്നോട് പറഞ്ഞിരുന്നു എന്നുകൂടി വ്യക്തമാക്കുകയാണ് ഷർഷാദ്. അതായത് CPM നേതാക്കൾ ഇത്തരത്തിൽ വലിയ വിപുലമായ ബന്ധമുണ്ട്, വളരെ അടുത്ത ബന്ധമുണ്ട്. അത് ഒരുപക്ഷെ അവർ ഭയപ്പെടുന്നതിനുള്ള ചില തെളിവുകൾ അയാളുടെ കയ്യിലുണ്ട് എന്നുകൂടിയാകാം ഒരുപക്ഷെ ഇതിലൂടെ അയാൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ കത്തിപ്പോൾ CPM പുറത്തുവന്നത് പൂർണ്ണമായും ഷർഷാദ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് വരുത്തി തീർക്കാൻ തന്നെയാണ്. ശരി, എന്തായാലും അല്പം മുൻപ്, 1 മണിക്കൂർ മുൻപ് ഷർഷാദിന്റെ മുൻ ഭാര്യ രത്തീന ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലും പറയുന്നത് ഇതൊരു കുടുംബ വഴക്കിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു ആരോപണം വരുന്നതെന്നാണ്. ഇതുവരെയും കോടതി നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ നിരന്തരം തന്നെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും അവഹേളിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജേഷ് കൃഷ്ണ കേസ് കൊടുത്തപ്പോൾ സഹോദരിയെക്കുറിച്ച് മോശമായ കഥകൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതൊക്കെയും തെളിവുകളാണ് ആയുണ്ട്. ഇപ്പോഴത്തെ ഈ പുതിയ ഡ്രാമ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് എന്നെ നാട്ടുകാർക്കിടയിൽ ഇട്ട് ദ്രോഹിക്കാനാകണം എന്നതാണ് രത്തീനയുടെ പോസ്റ്റ്. അപ്പോൾ ഇതുകൂടി ചേർത്ത് വെക്കണം. ഈ എൻ്റെ കുടുംബം നശിപ്പിച്ച രാജേഷ് കൃഷ്ണക്കെതിരെയാണ് എൻ്റെ കൺസേൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് 2024 ഷർഷാദ് ഈ കത്ത് CPM-ന്റെ ഉന്നത നേതാക്കൾക്കൊക്കെ അയച്ചിട്ടുള്ളത്. ആ കത്ത് 2024 മെയ് 17 ഷർഷാദ് അയച്ച കത്ത് വെച്ചാണ് ഇപ്പോൾ CPM ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള MP-മാരുടെ നീക്കത്തിനെതിരെ K. മുരളീധരൻ. നിലവിലുള്ള MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നതാണ് പാർട്ടി തീരുമാനമെന്ന് K. മുരളീധരൻ പറഞ്ഞു. താൻ മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും മുരളീധരൻ പ്രതികരിച്ചു. ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല. നിലവിലുള്ള നിയമം അനുസരിച്ച് MP-മാർ MLA-മാരായിട്ട് മത്സരിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് പാർട്ടി തീരുമാനിച്ചത്. MP-മാർ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെ സ്ഥാനാർത്ഥിത്വം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചിരുന്നു. ഇനി വരാൻ പോകുന്ന സമയമല്ല, എത്രയോ നാളുകളുണ്ട്. അത് പാർട്ടിയാണ് തീരുമാനം എടുക്കേണ്ടത്. പാർട്ടി തീരുമാനമെടുക്കുന്നതനുസരിച്ച് ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അത് പാർട്ടി എന്ത് നിർദ്ദേശിക്കുന്നു എന്ന് വെച്ചാൽ ആ പാർട്ടിയോടൊപ്പം. ഒരു എന്നോട് താല്പര്യം ചോദിച്ചില്ലല്ലോ. ചോദിച്ചെങ്കിൽ മാത്രമല്ലേ താല്പര്യം അറിയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടില്ല. അത് കാര്യങ്ങൾ അന്വേഷണം നടത്തിയതിന് ശേഷം എൻ്റെ പാർട്ടി തീരുമാനിക്കും. പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് ആ തീരുമാനങ്ങളിലേക്ക്. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിടുന്നു. CPM 2 ടേം നിബന്ധന ഒഴിവാക്കിയാലും TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ മത്സരിക്കില്ല. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SK സജീഷിനെയാണ് പാർട്ടി ഇവിടെ പരിഗണിക്കുന്നത്.
2 വട്ടം മത്സരിച്ച് വിജയിച്ചവർക്ക് വീണ്ടും സീറ്റ് നൽകേണ്ടതില്ലെന്ന ധാരണയിൽ അയവ് വരുത്താൻ CPM ഒരുങ്ങുമ്പോഴും ഇക്കാര്യത്തിൽ പേരാമ്പ്ര മണ്ഡലത്തിൽ നിലപാട് മാറ്റേണ്ടതില്ല എന്നൊരു കാര്യത്തിലേക്ക് തന്നെയാണ് CPM എത്തുന്നത്. കാരണം കഴിഞ്ഞ 30 വർഷങ്ങളായി CPM മാത്രം ജയിച്ചു വരുന്ന ഒരു മണ്ഡലം, അക്ഷരാർത്ഥത്തിൽ ചുവപ്പ് കോട്ടയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയാവുന്ന ഒരു മണ്ഡലമാണ് പേരാമ്പ്ര. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TP രാമകൃഷ്ണൻ 22,000-ലധികം വോട്ടുകൾക്കാണ് മണ്ഡലത്തിൽ ജയിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഒരു പുതുമുഖത്തെ പരീക്ഷിച്ചാൽ ഫലത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ കഴിയില്ലെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് CPM-നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ യുവമുഖമായ പേരാമ്പ്രക്കാരൻ തന്നെയായ SK സജീഷിനെ പരിഗണിക്കാൻ CPM ഒരുങ്ങുന്നത്. SFI തലം മുതൽ പേരാമ്പ്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു ഇടതു പ്രവർത്തകനാണ് SK സജീഷ്. DYF-ലും FI-ലും പിന്നീട് ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായൊക്കെ പ്രവർത്തിക്കുമ്പോഴും വലിയ വേരുകൾ അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിലുണ്ട്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ പേരാമ്പ്ര കേന്ദ്രീകരിച്ച് സജീഷ് തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ CPM-ന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകൾക്ക് അപ്പുറം കേരള കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൂടി എത്തിയതോടുകൂടി വലിയ ഒരു ഭൂരിപക്ഷം നേടാൻ പേരാമ്പ്രയിൽ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. നേരത്തെ മുതൽ പരിശോധിച്ചാൽ യൂത്ത് ഫ്രണ്ടിൻ്റെ നേതാക്കളാണ് പതിവായി പേരാമ്പ്രയിൽ നിന്നും UDF-നെ പ്രതിനിധീകരിച്ച് ജനവിധി തേടിയിരുന്നത്. അത് റോഷി അഗസ്റ്റിനായാലും ജെയിംസ് സെക്കനാടനായാലും മുഹമ്മദ് ഇക്ബാൽ ആയാലുമൊക്കെ അവർ മത്സരിച്ച ഒരു പയറ്റി തെളിയുന്ന ഒരു കളരി കൂടിയായിരുന്നു പേരാമ്പ്ര. എന്നാൽ മുഹമ്മദ് ഇക്ബാൽ മത്സരിച്ച 2 വട്ടവും വോട്ട് വീതം വലിയ തോതിൽ കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 4000 വോട്ടുകളും 1900 വോട്ടുകളിലേക്കുമൊക്കെ ഭൂരിപക്ഷം കുറയ്ക്കാൻ മുഹമ്മദ് ഇക്ബാലിന് കഴിഞ്ഞിരുന്നു. അതായത് കേരള കോൺഗ്രസ് വോട്ടുകൾക്ക് ഒരു നിർണായക സ്വാധീനം ചെലുത്താൻ പേരാമ്പ്ര മണ്ഡലത്തിൽ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസ് വോട്ടുകൾക്കൊപ്പം CPM വോട്ടുകൾ കൂടി ചേരുമ്പോൾ അനായാസമായ വിജയം ഇവിടെ നേടാൻ കഴിയും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് CPM-നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ആളെ ഇറക്കിയുള്ള പരീക്ഷണത്തിലേക്ക് നീങ്ങുന്നതിന് വിസമ്മതമില്ല. ഒപ്പം നിലവിലെ MLA ആയ TP രാമകൃഷ്ണൻ 2006-ലും 2014-ലും 2021-ലുമാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. അദ്ദേഹം 3 തവണ മണ്ഡലത്തിൽ നിന്നും ജനപ്രതിയായി പോവുകയും ചെയ്തു. നിലവിൽ LDF-ന്റെ സംസ്ഥാന കൺവീനർ ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട തിരക്കുകൾ, നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മറ്റ് പാർട്ടിയുടെ മറ്റ് പല ചുമതലകളും അദ്ദേഹത്തിന് ഒരുപക്ഷെ ഏൽക്കേണ്ടി വരും എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തവണ മണ്ഡലത്തിൽ ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുന്നത്. എന്തായാലും CPM ജില്ലാ ഘടകത്തിലും SK സജീഷിനെ മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ച ഒരു ധാരണ ഇതിനകം വന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ച് സുപ്രീംകോടതി. സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സണായി റിട്ടയർഡ് സുപ്രീംകോടതി ജഡ്ജി സുധാംശു ധൂലിയയെ നിയമിച്ചു. ബംഗാൾ മാതൃക നടപ്പാക്കി ജഡ്ജിയെ സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സൺ ആക്കണമെന്ന് കേരളം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇല്ലെങ്കിൽ സെർച്ച് കമ്മിറ്റിയിൽ തുല്യത പാലിക്കാനാകില്ലെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ വാദം. തുടർന്നാണ് സുപ്രീംകോടതിയുടെ നടപടി. സംസ്ഥാനത്തിന്റെയും ചാൻസലറുടെയും പട്ടികയിൽ നിന്ന് 2 പേരെ വീതം തെരഞ്ഞെടുത്ത് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ സമിതി രൂപീകരിക്കണമെന്നും 2 സർവകലാശാലകളിലെയും VC നിയമനം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണത്തിന് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷ നീക്കം. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ നോട്ടീസ് നൽകുന്ന കാര്യം ചർച്ചയായി. രാഹുൽ നയിക്കുന്ന വോട്ട് അധികാർ യാത്ര 2ാം ദിവസവും തുടരുകയാണ്. അംബായിൽ നിന്ന് ആരംഭിച്ച യാത്രയുടെ പര്യടനം ഗയയിലാണ് സമാപിക്കുന്നത്. അതിനിടെ ഡിയോയിലെ സൂര്യക്ഷേത്രം രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും സന്ദർശിച്ചു. അതേസമയം ബീഹാർ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത 65 ലക്ഷം പേരുടെ പേരുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇന്ത്യ സഖ്യം. ISRO മുൻ ശാസ്ത്രജ്ഞൻ M. അണ്ണാദുരൈ, DMKയുടെ രാജ്യസഭാ MP തിരുച്ചി ശിവ എന്നിവരുടെ പേരുകളാണ് ചർച്ചയിലുള്ളത്. ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം തുടരുകയാണ്. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനായി പ്രതിപക്ഷത്തിന്റെ പിന്തുണ തേടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മല്ലികാർജ്ജുൻ ഖർഗെയുമായും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായും സംസാരിച്ചിരുന്നു. CP രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവാണെങ്കിലും ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് പാർട്ടിയെന്ന് DMK നേതാവ് TKS ഇളങ്കോവൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഇതിനിടെ ഇന്ന് ഡൽഹിയിലെത്തിയ CP രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി മോദിയെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സന്ദർശിച്ചു. இது நாங்கள் ஒரு இந்தியா கூட்டணி என்ற ஒரு கூட்டணியில் மிகப்பெரிய கட்சியாக அங்கம் வகிக்கிறோம். அந்த கூட்டணி பல பாஜக அரசின் பல்வேறு தவறுகளை சுட்டிக்காட்டி கொண்டிருக்கிறது. குறிப்பாக எங்களை பொறுத்தவரை
தமிழ்நாட்டுக்கு பாஜக செய்யும் துரோகங்களை எல்லாம் நாங்கள் எடுத்து சொல்லி வருகிறோம். தமிழ்நாட்டுக்கு நிதி வழங்க மறுக்கிறார்கள். கீழடி விவகாரத்தில் தமிழ்நாட்டின் தொன்மையை, அதன் பாரம்பரியத்தை அங்கீகரிக்க மறுக்கிறார்கள். இப்படி தொடர்ந்து தமிழ்நாட்டுக்கு துரோகம் செய்து வருகிற ஒரு கட்சி, தமிழ்நாட்டை வளரக்கூடாது என்று நினைக்கிற கட்சி, பல திட்டங்களில் தமிழ்நாட்டுக்கு ஒதுக்கப்படுகிற நிதியின் அளவு மிக குறைவாகவும் மற்ற மாநிலங்களுக்கு வழங்கப்படுகிற நிதி அளவு அதிகமாகவும் இருக்கிறது. எல்லா வகையிலும் தமிழர்களுக்கு துரோகம் செய்கிற ஒரு கட்சியாக பாஜக விளங்கி கொண்டிருக்கும் பொழுது ஒரு வேட்பாளரை தமிழராக அவர்கள் போட்டியிட செய்கிறார்கள் என்ற ஒற்றை காரணத்திற்காக நாங்கள் ஒட்டுமொத்த தமிழ்நாட்டையும் புறக்கணித்து விடவோ அல்லது அந்த மக்களுக்கு எதிராக நாங்கள் செயல்படவோ முடியாது. அதனாலே இந்தியா கூட்டணி என்ன முடிவு எடுக்கிறதோ அந்த முடிவுக்கு திமுகவும் கட்டுப்படும். இடைவேளை. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി റാപ്പർ വേടനെതിരെ പീഡന പരാതിയുമായി കൂടുതൽ സ്ത്രീകൾ രംഗത്ത്. ലൈംഗിക അതിക്രമത്തിനിരയായതായി വെളിപ്പെടുത്തിയ യുവതികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി. 2 യുവതികളാണ് വ്യത്യസ്ത പരാതികൾ മുഖ്യമന്ത്രിക്ക് നൽകിയത്. അതേസമയം ബലാത്സംഗ കേസിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനായി കോടതി മാറ്റി. ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്താൻ ഫോണിൽ ബന്ധപ്പെട്ട യുവതിയെ കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും എതിർക്കാൻ ശ്രമിച്ചപ്പോൾ ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. രണ്ടാമത്തെ പരാതിയുമായി രംഗത്തെത്തിയത് സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്ന യുവതിയാണ്. തന്റെ സംഗീത പരിപാടികളിൽ ആകൃഷ്ടനായി വേടൻ ബന്ധം സ്ഥാപിക്കുകയും ക്രൂരമായി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നുമാണ് പരാതിയിൽ പറയുന്നത്. 2020-21 കാലഘട്ടത്തിലാണ് പരാതികൾക്ക് ആസ്പദമായ സംഭവങ്ങൾ നടക്കുന്നതെന്ന് പരാതികളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇരുവരും നേരത്തെ വേടനെതിരെ മീറ്റു വെളിപ്പെടുത്തലും നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് പരാതി ബോധിപ്പിക്കാൻ ഇരുവരും സമയം തേടിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികൾ ഉടൻ DGPക്ക് കൈമാറുമെന്നാണ് വിവരം. ബലാത്സംഗ പരാതിയുമായി ഡോക്ടറായ യുവതി രംഗത്തെത്തിയതിനു പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തൃക്കാക്കര പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ വേടൻ നിരവധി സംഗീത ഷോകൾ റദ്ദാക്കി ഒളിവിൽ പോവുകയായിരുന്നു. ഇതിനു പിന്നാലെ പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അടുത്ത ദിവസത്തേക്ക് ഹൈക്കോടതി മാറ്റിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർത്ത് ഇര കോടതിയിലെത്തിയിരുന്നു. കേസിൽ കക്ഷി ചേരാനുള്ള ഇരയുടെ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചു. ന്യൂസ് 18 കൊച്ചി. ചേർത്തലയിലെ തിരോധാനങ്ങളിൽ പോലീസും പ്രതിയാകും. ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലെ അന്വേഷണം പണം വാങ്ങി അട്ടിമറിച്ചുവെന്ന പരാതി. കേസിന്റെ തുടക്കത്തിൽ ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതി ആലപ്പുഴ SP ആയിരുന്ന S. സുരേന്ദ്രൻ മുതൽ കുത്തിയതോട് SHO ഷാജിമോൻ വരെയുള്ളവർ പണം വാങ്ങി അട്ടിമറിച്ചുവെന്ന് സഹോദരൻ പ്രവീൺ ന്യൂസ് 18നോട് പറഞ്ഞു. സർക്കാർ സമഗ്ര അന്വേഷണം നടത്തണമെന്നും അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ പ്രതികരിച്ചു. ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് ആദ്യം അന്വേഷിച്ച മുൻ ജില്ലാ പോലീസ് മേധാവി S. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണമാണ് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ ഉന്നയിച്ചിരിക്കുന്നത്. വെറുമൊരു മിസ്സിംഗ് കേസിനേക്കാൾ ഇടപ്പള്ളിയിൽ ഉൾപ്പെടെ സഹോദരിയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ വ്യാജരേഖകൾ ഉണ്ടാക്കി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ തട്ടിയെടുത്തതിന്റെ രേഖകൾ സഹിതമായിരുന്നു പരാതി. ബിന്ദുവിന് പകരം ജെ എന്ന സ്ത്രീയെ രജിസ്ട്രേഷൻ ഓഫീസിൽ ഹാജരാക്കിയതിന്റെ വിശദാംശങ്ങളും പോലീസിനു കൈമാറി. ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതി ഫയൽ നമ്പർ ഇട്ട് ആലപ്പുഴയിലെത്തിയിട്ടും പട്ടണക്കാട് പോലീസിന് കേസിൽ FIR ഇടാൻ 70 ദിവസം വേണ്ടിവന്നു. എടപ്പള്ളിയിലെ സ്ഥലം മറിച്ചു വിറ്റ ആധാരത്തിന്റെ കോപ്പി, ആധാര നമ്പർ
ഈ ആരാണ് പകരക്കാരിയായിട്ട് വന്ന സ്ത്രീ ജയ താമസിക്കുന്നത് കുറുപ്പങ്ങര ജംഗ്ഷന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു. ആളെവിടെയുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ 7 പേജുള്ള ഒരു പെറ്റീഷൻ, ഒരു ലേഡി മിസ്സിംഗ് കേസാണ്. ഞാൻ നേരിട്ട് ബൈഹാന്റെ SHOയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് 70 ദിവസം കഴിഞ്ഞാണ് FIR. ഒരു മാൻ മിസ്സിംഗ് കേസിന്റെ, ലേഡി മിസ്സിംഗ് കേസിന്റെ FIR-ന് 70 ദിവസം കഴിഞ്ഞിട്ടാണ്. 16 തവണയിലേറെ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്ത ചേർത്തല ഡിവൈഎസ്പി AG ലാലിന് അയാളിൽ നിന്നും ഒന്നും കണ്ടെത്താനായില്ല എന്നതും സംശയകരമാണ്. സുപ്രധാന കേസിൽ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ 6.5 മാസമാണ് പോലീസിന് വേണ്ടിവന്നത്. പണം വാങ്ങി കേസ് അട്ടിമറിച്ചത് കൂടാതെ എങ്ങനെ കേസിൽ നിന്ന് രക്ഷപ്പെടണം എന്നതിന്റെ കോച്ചിംഗ് ക്ലാസും അന്നത്തെ അന്വേഷണ സംഘം നൽകി. അതിന്റെ തിക്തഫലമാണ് ഇപ്പോഴത്തെ അന്വേഷണ സംഘം നേരിടുന്ന വെല്ലുവിളിയും. 6.5 മാസം കഴിഞ്ഞാണ് സെബാസ്റ്റ്യനെ ഈ ഫോർജറി കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ അഴിമതി പൈസ വാങ്ങി എന്ന് മാത്രമല്ല, ട്യൂഷനും എന്തൊക്കെ പറയണം, എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി വ്യക്തമായ അന്വേഷണം വേണം. മുൻ ആലപ്പുഴ SP S സുരേന്ദ്രൻ, മുൻ ചേർത്തല ഡിവൈഎസ്പി AG ലാൽ, മുൻ കുത്തിയതോട് SHO ഷാജിമോൻ എന്നിവർക്കെതിരെയാണ് ഗുരുതര ആരോപണം. നിലവിലെ അന്വേഷണ സംഘത്തിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. സർക്കാർ കേസ് അട്ടിമറിക്കപ്പെട്ടതിൽ വകുപ്പ് തല അന്വേഷണം നടത്തണം. അല്ലാത്ത പക്ഷം കോടതിയെ സമീപിക്കും. 16 പ്രാവശ്യം സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തു, കിട്ടില്ല. ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് എന്താ കുഴപ്പം? അവരൊക്കെ വലിയ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരാണല്ലോ. അവരൊന്നും വിചാരിച്ചിട്ട് എന്താ ഒന്നും മിണ്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാര്യം? അന്നത്തെ കോച്ചിങ് ട്യൂഷൻ കൊടുത്ത് ഡീസന്റ് ആയിട്ട് നിർത്തിയിരിക്കുകയാണ് ഇപ്പം. അതൊരു ചെറിയ കാര്യമാണോ? കേസ് പണം വാങ്ങി അട്ടിമറിച്ചുവെന്ന് ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ നേരത്തെ ഉയർത്തിയ ആരോപണങ്ങൾ ശരിവെക്കുകയാണ് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീണും. ബിന്ദു പത്മനാഭൻ തിരോധാനവുമായി ബന്ധപ്പെട്ട് പണം വാങ്ങി കേസ് അട്ടിമറിക്കുക മാത്രമല്ല ആലപ്പുഴയിലെ അന്വേഷണ സംഘം ചെയ്തിട്ടുള്ളത്. മറിച്ച് ബിന്ദു മുതൽ ജയനമ്മ വരെയുള്ള സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ എന്ന ക്രിമിനലിന് തഴച്ചു വളരാനുള്ള വെള്ളവും വളവും ഒരുക്കി നൽകുക എന്ന ഗുരുതര കുറ്റം കൂടി ചേർത്തലയിലെ അന്വേഷണ സംഘം ചെയ്തിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കാസർഗോഡ് കുണ്ടംകുഴിയിൽ അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കർണപുടം പൊട്ടിയ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. പ്രധാന അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ മാർച്ച് നടത്തി. സ്കൂൾ അസംബ്ലിക്കിടെ 10ാം ക്ലാസ് വിദ്യാർത്ഥി കാൽകൊണ്ട് ചരൽ കൂട്ടിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കർണപടം തകർന്നു. സംഭവം വിശദമായി അന്വേഷിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചു. കുട്ടിയുടെ കർണപുടം തകർന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പൊതുവിൽ എനിക്ക് പറയാനുള്ള അധ്യാപകരോടും രക്ഷകർത്താക്കളോടും പറയാനുള്ളത്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവും. അധ്യാപകരെ അങ്ങനെ ശത്രുക്കളായി നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അത്തരം എല്ലാ പ്രശ്നങ്ങളും ഒരു വലിയ വിവാദ പ്രശ്നങ്ങളാക്കി മാറ്റുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്ക് അത്ര ഗുണമല്ല. എന്നാൽ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതായിട്ട്, ശിക്ഷ അറിയിക്കുന്ന കുറ്റം ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ അതിന്റെ ഒരു നിയമം നോക്കി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഒരു കാരണവശാലും കുട്ടികളെ ഉപദ്രവിക്കുന്ന നില ഉണ്ടാകാൻ പാടില്ല. ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ബേക്കൽ ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകി. കമ്മീഷൻ നാളെ വിദ്യാർത്ഥിയെ സന്ദർശിക്കും. സംഭവം വിവാദമായതോടെ പ്രതിഷേധം ശക്തമായി. പ്രധാന അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും BJPയും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മർദ്ദനത്തെ തുടർന്ന് കർണപടം പൊട്ടിയതായും കേൾവിക്ക് തകരാർ സംഭവിച്ചതായും ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചെന്നും കുടുംബം പറയുന്നു. ഇതിനിടെ സംഭവം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമമുണ്ടായതായും ആരോപണമുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കളും സുഹൃത്തും അറസ്റ്റിൽ. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയത്. ഒളിവിലായിരുന്ന റമീസിന്റെ മാതാപിതാക്കളെ തമിഴ്നാട്ടിലെ സേലത്ത് നിന്നുമാണ് പോലീസ് പിടികൂടിയത്. കേസിൽ 2ഉം 3ഉം പ്രതികളാണ് ഇവർ. റമീസിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഒളിവിൽ പോയവർക്കായി അന്വേഷണ സംഘം തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു.
ഇന്ന് രാവിലെ തമിഴ്നാട്ടിലെ സേലത്ത് നിന്നുമാണ് റമീസിന്റെ മാതാപിതാക്കളെ പിടികൂടിയത്. കേസിൽ പിതാവ് റഹീം 2ാം പ്രതിയും മാതാവ് ഷെരീഫ 3ാം പ്രതിയുമാണ്. റമീസിന്റെ സുഹൃത്ത് സഹദിനെയും പാനായിക്കുളത്തെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഇവരുടെ പേരുമുണ്ടായിരുന്നു. പ്രതികളെ ഒളിവിൽ കഴിയാൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് മൂവാറ്റുപുഴ ഡിവൈഎസ്പി പറഞ്ഞു. 1ാം പ്രതി റമീസിനെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. മതപരിവർത്തനം അടക്കമുള്ള ആരോപണങ്ങൾ റമീസിനും മാതാപിതാക്കൾക്കുമെതിരെയുണ്ട്. അതിനാൽ ഇവരുടെ ചോദ്യം ചെയ്യലും അനിവാര്യമാണ്. കസ്റ്റഡിയിൽ കിട്ടുന്ന മുറയ്ക്ക് വിശദമായ തെളിവെടുപ്പ് നടത്തുവാനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. മരിച്ച വിദ്യാർത്ഥിനിയുടെ കൂട്ടുകാരിയുടെ മൊഴിയുടെയും റമീസിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച വാട്സപ്പ് സന്ദേശങ്ങളുടെയും മറ്റു വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. മതം മാറ്റത്തിന് വിസമ്മതിച്ചതോടെ ആൺസുഹൃത്ത് റമീസിൽ നിന്നുണ്ടായ കടുത്ത അവഗണനയെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് 18 കൊച്ചി. പാൽ വില വർദ്ധിപ്പിക്കണമെന്ന് മിൽമ മേഖലാ യൂണിയൻ ചെയർപേഴ്സൺ മണി വിശ്വനാഥ്. വില കൂട്ടാതെ മുന്നോട്ട് പോകാനാവില്ല. ഓണത്തിന് ശേഷം വില വർധന പഠിക്കാൻ സമിതിയെ നിയോഗിക്കുമെന്നും മണി വിശ്വനാഥ് പറഞ്ഞു. അതേസമയം തിരുവനന്തപുരം മേഖലയിൽ ബോട്ടിൽ മിൽക്ക് വിതരണം ഉടൻ ആരംഭിക്കും. 1 ലിറ്റർ ബോട്ടിലിന് 70 രൂപയാണ് വില. ഓണത്തിന് മുൻപ് വെളിച്ചെണ്ണ വില ഇനിയും കുറയുമെന്ന് മന്ത്രി GR അനിൽ. നാളെ കൊച്ചിയിൽ പ്രത്യേക യോഗമുണ്ട്. വ്യാജ വെളിച്ചെണ്ണയിൽ ജനങ്ങൾ പെട്ടുപോകരുതെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. ഇനിയും കുറയും. ഇനിയും വില കുറയും. ഓണത്തോടനുബന്ധിച്ച് ഓണത്തിന് മുമ്പ് നാളെ ഞാൻ എറണാകുളത്ത് സപ്ലൈകോ ഓഫീസിലുണ്ട്. അതിനെ സംബന്ധിച്ച് ആലോചിക്കും. ഇന്ന് 349 രൂപയാണ് സബ്സിഡി റേറ്റ്, 429 നോൺ സബ്സിഡി റേറ്റ്. ആ രണ്ടിനെ സംബന്ധിച്ചും എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമോ എന്നുള്ള ചർച്ച നാളെ വ്യക്തമായി നാളെ ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറയും. വളരെ വില കുറച്ച് ചില കമ്പനികളുടെ വെളിച്ചെണ്ണ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതിന്റെ വസ്തുതാപരമായിട്ട് പരിശോധിക്കാൻ നമ്മുടെ തന്നെ ആരോഗ്യവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് അത്തരം വ്യാജ വെളിച്ചെണ്ണയിൽ ജനങ്ങൾ വീഴരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത്. വെളിച്ചെണ്ണയുടെ വില വളരെ കുറച്ച് 200 രൂപയ്ക്ക് വെളിച്ചെണ്ണ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് വെളിച്ചെണ്ണ വിൽപ്പന നടത്താൻ വേണ്ടി ചിലർ ഇതിന്റെ ഇടയിൽ ശ്രമിക്കുന്നുണ്ട്. അതിൽ നമ്മൾ വീഴാൻ പാടില്ല. എന്നാൽ യഥാർത്ഥ വെളിച്ചെണ്ണ ഉൽപ്പാദകരുമായി സംസാരിച്ചും വിപണനക്കാരുമായി സംസാരിച്ച് പരമാവധി വില കുറച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കും. പ്രണയം നിരസിച്ച പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പെട്രോൾ ബോംബ് എറിഞ്ഞ 2 പേർ പിടിയിൽ. കുത്തന്നൂർ സ്വദേശികളായ അഖിൽ, സുഹൃത്ത് രാഹുൽ എന്നിവരാണ് പിടിയിലായത്. 17കാരിയുടെ വീട്ടിലേക്ക് വ്യാഴാഴ്ച പുലർച്ചെ 1:30 ഇവർ പെട്രോൾ ബോംബ് എറിഞ്ഞത്. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്ന് ബഹളം വെച്ചതിനെ തുടർന്ന് അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പെൺകുട്ടിയുടെ വീടിന്റെ തകർന്ന ജനലിന് താഴെ നിന്ന് പെട്രോൾ നിറച്ച കുപ്പിയും ഗുണ്ടും കണ്ടെത്തി. പ്രതികൾ സംഭവ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നതായി കുഴൽമന്ദം പോലീസ് വ്യക്തമാക്കി. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ അച്ഛനൊപ്പം പോകവേ സ്കൂട്ടറിൽ നിന്ന് വീണ 2ാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം. നഫീസത്ത് മിസ്രിയാണ് മരിച്ചത്. സ്കൂട്ടറിൽ നിന്ന് വീണ കുട്ടിയുടെ ശരീരത്തിലൂടെ ബസ് കയറി. കൊഴിഞ്ഞാമ്പാറ സെയിന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപകടത്തിന് പിന്നാലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. ഹോസ്പിറ്റലിലേക്ക് ഉടൻ തന്നെ എത്തിച്ചിരുന്നു. ഉടൻ തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. CCTV വീഡിയോ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ബസ്സുകാരന്റെ ലെഫ്റ്റ് സൈഡ് തട്ടിയിട്ടാണ് വീഴുന്നത്. അവനും അങ്ങോട്ട് വീണിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ജീവനും കൂടെ പോയിട്ടുണ്ടാവും. അവൻ ഇങ്ങാപ്പുറത്തും കുട്ടി അങ്ങാപ്പുറത്തും വീണത് കാരണം ബാക്ക് വീൽ കയറിയിട്ടാണ് കുട്ടി മരിച്ചിരിക്കുന്നത്. എൻ്റെ മകളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ്. എൻ്റെ മകളുടെ കൂടെ എൻ്റെ കയ്യിൽ ചുവര പോലും വാങ്ങില്ല. ഇതിനാരാ സമാധാനം പറയുക? സമാധാനം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഈ കുട്ടിൻ്റെ ജീവൻ ആരെങ്കിലും തിരിച്ചു വരുമോ? ആരിനെ കൊണ്ടെങ്കിലും കഴിയുമോ? അപകടത്തിന് പിന്നാലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. പ്രദേശത്തെ റോഡ് തകർന്നു കിടക്കാൻ തുടക്കിയിട്ട് കാലങ്ങളായെന്നും നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറാവുന്നില്ലെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം.
പാലക്കാട് ഭവാനിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാക്കളുടെ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് സ്വദേശികളായ ഭൂപതി രാജ്, പ്രതാപ് രാജ് എന്നിവരാണ് മരിച്ചത്. 10 അംഗ സംഘമാണ് പുഴയിലെത്തിയത്. കോയമ്പത്തൂരിൽ നിന്ന് അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു യുവാക്കൾ. വെള്ളിയാഴ്ച വൈകിട്ട് കുളിക്കാനിറങ്ങവെയാണ് അപകടം. ഇടുക്കി ആനയിറങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി. അതിഥി തൊഴിലാളി മധ്യപ്രദേശിൽ നിന്നുള്ള സന്ദീപിനെയാണ് കാണാതായത്. തോട്ടത്തിലെ ജോലി കഴിഞ്ഞ് വള്ളത്തിൽ മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. 5 അതിഥി തൊഴിലാളികളും ഒരു പ്രദേശവാസിയുമാണ് വള്ളത്തിലുണ്ടായിരുന്നത്. 5 പേർ വള്ളത്തിൽ പിടിച്ചു കിടന്ന് രക്ഷപ്പെട്ടു. ഫയർഫോഴ്സ് സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടു. പാലക്കാട് പട്ടാമ്പിയിൽ വീട് കയറി ഗൃഹനാഥനെയും 9 വയസ്സുകാരനെയും മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ പോലീസ് 4 പേരെ അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാറങ്ങാടി സ്വദേശികളായ ഷാജഹാൻ, നിഷാദ് എന്നിവരും കൂട്ടാളികളുമാണ് പിടിയിലായത്. ഇവർ കൽപ്പക സ്വദേശി ഷാഹിദിന്റെ തലയിൽ ചുറ്റിക കൊണ്ട് അടിക്കുകയും മകന്റെ കഴുത്തിന് പിടിച്ച് തള്ളുകയും ചെയ്തു. ഇവർ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഷാഹിദിന്റെ തലയിൽ 5 തുന്നലുണ്ട്. മുൻവൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു മർദ്ദനമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇടുക്കി നെടുങ്കണ്ടത്ത് റോഡിലേക്ക് ഭീമൻ പാറ ഉരുണ്ട് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. BEd കോളേജിന് സമീപം ഉച്ചയോടെയായിരുന്നു അപകടം. കല്ലിളകി ഓട്ടോറിക്ഷയ്ക്ക് മേൽ പതിക്കുകയായിരുന്നു. നിരവധി വാഹനങ്ങൾ സമീപത്ത് പാർക്ക് ചെയ്തിരുന്നെങ്കിലും വലിയ അപകടം ഒഴിവായി. മഹാരാഷ്ട്രയിലെ വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. മുംബൈ, റായ്ഗഡ്, രത്നഗിരി, കോലാപൂർ, സത്താര എന്നിവിടങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ മഴയെ തുടർന്ന് മുംബൈയിലെ റോഡുകളിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. നദികളിലെയും അണക്കെട്ടുകളിലെയും ജലനിരപ്പ് അപകടകരമാം വിധം ഉയർന്നിട്ടുണ്ട്. പല ഡാമുകളും പരമാവധി സംഭരണശേഷിയിലെത്തിയിട്ടുണ്ട്. ദേശീയപാതകളുടെ ദുരവസ്ഥയിൽ കേന്ദ്രത്തിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. കഴിഞ്ഞ ദിവസത്തെ പത്രവാർത്ത കണ്ടോ എന്നും റോഡിന്റെ അവസ്ഥ എത്ര പരിതാപകരമാണെന്നും കോടതി ചോദിച്ചു. 150 രൂപ ടോൾ എന്തിനാണെന്ന് കോടതി ചോദിച്ചു. എന്നാൽ പ്രവൃത്തികൾ വൈകിയത് മഴ മൂലമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. തൃശൂരിലെ ഗതാഗത കുരുക്കിനെ തുടർന്ന് പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ നാഷണൽ ഹൈവേ അതോറിറ്റി സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ചാലക്കുടിയിൽ ദേശീയപാതാ നിർമ്മാണത്തിൽ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് LDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. NHAI പ്രോജക്ട് ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചു. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അടക്കമുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട്. ചെറങ്ങരയിൽ ആവശ്യമായ മുൻ DGP ടോമിൻ തച്ചങ്കരിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലേക്ക് CPMന്റെ പ്രതിഷേധം. ടോമിൻ തച്ചങ്കരിയുടെ ഉടമസ്ഥതയിലുള്ള റയാൻ സ്റ്റുഡിയോയിലെ നിർമ്മാണം അനധികൃതമെന്നാണ് ആരോപണം. കെട്ടിട നമ്പർ പോലും ഇല്ലാതെയാണ് ഗോഡൌണുകൾ പ്രവർത്തിക്കുന്നതെന്നും ശുചിമുറി മാലിന്യങ്ങൾ പൊതുനിരത്തിലേക്ക് ഒഴുക്കുന്നുവെന്നും CPM ആരോപിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ച് പാലാരിവട്ടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ഒരിടവേള കൂടി. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി കാഴ്ചപ്പാടിന്റെ ഭാഗമായി പുറത്തുവരുന്ന അഭിപ്രായങ്ങളാണ് തന്റേതെന്ന് പുഷ്പവതി. ഹൂ ഈസ് ഷീ എന്ന ചോദ്യം ഏത് തരം ബോധത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് എല്ലാവരും ചിന്തിക്കണമെന്നും പുഷ്പവതി പറഞ്ഞു. കേരള സർവകലാശാല യൂണിയൻ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പുഷ്പവതി. സംഗീതത്തിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പാട്ടല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയില്ല.
പിന്നെ ചില സമയത്ത് നമ്മളിലൂടെ രൂപപ്പെട്ട ദർശനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് ഞാൻ വന്ന വഴികളിൽ കൂടി ഞാൻ ആർജിച്ചെടുത്ത എൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് പുറത്തു വരുന്ന ചില അഭിപ്രായങ്ങളാണ്. ആശയ സമന്വയമാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആശയ രൂപീകരണം നടക്കുന്നിടത്ത് ഒരു അടിത്തട്ട് വനിതയുടെ ശബ്ദം കേട്ടപ്പോ അതാര് എന്ന് ചോദിച്ച ആ ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആ ചോദ്യം ഏത് തരം ബോധത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത്. ഓണത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലിപ്പാടം ഒരുക്കി പിരപ്പൻകോട് ഗ്രാമം. തിരുവനന്തപുരം ജില്ലയിലെ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ പിരപ്പൻകോട് പാടശേഖരത്താണ് ചെണ്ടുമല്ലിയും വാടാമല്ലിയും വർണ്ണവൈവിധ്യങ്ങൾ വിരിയിച്ച് പൂത്തുലഞ്ഞു നിൽക്കുന്നത്. 2 പതിറ്റാണ്ടിലധികം തരിശു കിടന്ന പാടങ്ങൾ പൂർണ്ണമായും നെൽകൃഷിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന് ശ്രദ്ധ നേടിയ പിരപ്പമൻകാട് പുഷ്പകൃഷിയിലും പുതിയ മാതൃക തീർക്കുകയാണ്. വയലിന്റെ കരയിലുള്ള 1.5 ഏക്കർ പറമ്പിൽ വസന്തം വിരിച്ചുകൊണ്ടാണ് പിരപ്പൻകാട് പുതിയ ചരിത്രമെഴുതാൻ ഒരുങ്ങുന്നത്. ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ നിന്ന് കൊണ്ടുവന്ന 12,600 തൈകളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചത്. 10,000 ചെണ്ടുമല്ലിയും 2,600 വാടാമല്ലിയും. ചെണ്ടുമല്ലിയിൽ മഞ്ഞയും ഓറഞ്ചും നിറങ്ങളാണുള്ളത്. വാടാമല്ലിയിൽ വെള്ള, ചുവപ്പ്, റോസ്, മജന്ത എന്നിങ്ങനെ 4 നിറങ്ങളിലെ പൂക്കളുണ്ട്. ചെടികൾ നനയ്ക്കാൻ റെയിൻ ഹൌസ് എന്ന പുതിയ രീതി പരീക്ഷിച്ചു. കർഷകരിൽ നിന്ന് തന്നെ സ്വരൂപിച്ച് 3 ലക്ഷം രൂപയാണ് മുതൽ മുടക്ക്. എല്ലാ ദിവസവും ചെടികൾക്കിടയിൽ ഈ കർഷകരുടെ സാന്നിധ്യമുണ്ട്. കനത്ത മഴയും തണ്ടുചീൽ രോഗവുമൊക്കെ പ്രതിസന്ധി സൃഷ്ടിച്ചുവെങ്കിലും കൃഷിവകുപ്പിന്റെ സഹായത്തോടുകൂടി അതിനെയും തരണം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടിലെ വിദ്യാർത്ഥികളും യുവാക്കളുമെല്ലാം ഈ ചെടികളുടെ പരിചരണത്തിനായി ഓടിയെത്തുന്നുണ്ട്. വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകൾ കൂടി പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് പിരപ്പമൻകാട്ടിലെ കർഷകർ. ഏക്കർ കണക്കുള്ള നെൽപ്പാടവും അതിന്റെ മധ്യഭാഗത്തായി നിർമ്മിച്ചിട്ടുള്ള ഏറുമാടവും ഒരു ഭാഗത്ത് നദിയും ചെണ്ടുമല്ലിപ്പാടവുമെല്ലാം ടൂറിസ്റ്റുകളെ ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ആറ്റിങ്ങൽ. ഇടുക്കിക്ക് എന്നും ചേരുന്ന വിശേഷണമാണ് വിനോദസഞ്ചാരികളുടെ പറുദീസ എന്നത്. ഇടുക്കിയിലെ ഹൈറേഞ്ചിൽ മാത്രമല്ല മറ്റിടങ്ങളിലും സഞ്ചാരികളെ കാത്തിരിക്കുന്ന മനോഹര കാഴ്ചകളാണ്. അത്തരത്തിലെ ഒരു പ്രദേശം കാണാം നമുക്ക്. ഇടുക്കി ജില്ലയുടെ ലോവർ റേഞ്ച് മേഖലയിൽ ഒളിഞ്ഞുകിടക്കുന്നത് ടൂറിസം വികസനത്തിന്റെ വലിയ സാധ്യതകളാണ്. തൊടുപുഴയ്ക്ക് സമീപത്തെ ഒരു ചെറിയ സ്ഥലമാണ് പറമ്പാട്ടുമല. തൊടുപുഴയിൽ നിന്ന് 10 കിലോമീറ്റർ അകലം മാത്രം. കലയന്താനിക്ക് സമീപ പ്രദേശം. ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ കുത്തനെയുള്ള കയറ്റം കയറി ചെല്ലുമ്പോൾ മിഴി തുറക്കുക മനോഹര കാഴ്ചകളിലേക്കാണ്. ഇടുക്കി ജില്ലയുടെ കിഴക്കൻ മേഖലയും എറണാകുളം ജില്ലയുടെ ഭാഗങ്ങളും കാണാനാകുന്ന വ്യൂ പോയിന്റാണ് പറമ്പാട്ടുമലയുടെ ഹൈലൈറ്റ്. കുടിയേറ്റ മേഖലയാണ് ഇവിടം. ഭൂരിഭാഗം പേരും കർഷകർ. എന്നാൽ ടൂറിസം തദ്ദേശ വകുപ്പുകളുടെ കൃത്യമായ ഇടപെടലുണ്ടായാൽ മികച്ച ടൂറിസം കേന്ദ്രമാക്കി മാറ്റാവുന്ന ഒരിടമാണ് പറമ്പാട്ടുമല. ടൂറിസത്തിന് ഇവിടെ നല്ല സാധ്യതയുള്ള മേഖലയാണ്. വഴിയൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ആൾക്കാർ അവധി ദിവസങ്ങളിൽ കുടുംബമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട് അവധി ദിവസങ്ങളിൽ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വഴിക്ക് ചില അസൗകര്യമുണ്ട്. പിന്നെ ഇവിടെ മറ്റു ഇതൊന്നുമില്ല, കടകളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രകൃതി സൗന്ദര്യം ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ, കാണാമല്ലോ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാലാവസ്ഥ ക്ലിയറാണെങ്കിൽ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ കൂടി കാണാം. ഇടുക്കിയിലേക്ക് എത്തുന്നവർ കൂടുതലായും കണ്ടു മടങ്ങുന്നത് മൂന്നാർ, തേക്കടി, വാഗമൺ എന്നിവിടങ്ങളാണ്. എന്നാൽ ശാന്തമായ അന്തരീക്ഷത്തിൽ കോലാഹലങ്ങളില്ലാതെ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്ന പറമ്പാട്ടുമല പോലെയുള്ള പ്രദേശങ്ങളെയും ഇടുക്കി ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. സമ്മിശ്ര കൃഷിയിലൂടെ വിജയം കൊയ്ത ഇടുക്കി സ്വദേശിനി സെലിൻ മാത്യു 5 ഏക്കറോളം വരുന്ന തന്റെ കൃഷിയിടത്തിലാണ് ഈ മധ്യവയസ്ക പൊന്നു വിളയിക്കുന്നത്. നാണ്യവിളകളും സുഗന്ധവ്യഞ്ജനങ്ങളും പച്ചക്കറികളും അടക്കം സെലിന്റെ തോട്ടത്തിലുണ്ട്. കൊക്കോ, ജാതി, ഗ്രാമ്പു, റബ്ബർ തുടങ്ങിയ ദീർഘകാല നാണ്യവിളകളാണ് സെലിൻ മാത്യുവിന്റെ തോട്ടത്തിലുള്ളത്. ഇതിനു പുറമെ കപ്പ, വാഴ, പച്ചക്കറി, പഴവർഗ്ഗങ്ങളുടെ കൃഷിയിലും ഈ മധ്യവയസ്ക വിജയം കൊയ്തു. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 11ാം വാർഡിലാണ് ഈ സമ്മിശ്ര കർഷകയുടെ 5 ഏക്കർ തോട്ടമുള്ളത്. എനിക്ക് 4-5 ഏക്കർ സ്ഥലമുണ്ട്. അതിനകത്ത് ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ
എല്ലാവിധ കൃഷികളും സമ്മിശ്രമായിട്ട് ചെയ്യുന്നുണ്ട്. ജാതി, കൊക്കോ, തെങ്ങിൻ തൈകൾ, അതുപോലെ റംബുട്ടാൻ, പിന്നെ അവക്കോട, റബ്ബർ. സെലിൻ മാത്യുവിന്റെ മേൽനോട്ടത്തിലാണ് കൃഷി. സഹായികളുണ്ടെങ്കിലും എല്ലാത്തിലും ഈ മധ്യവയസ്കയുടെ കരസ്പർശമുണ്ടാകും. ഓരോ കൃഷിയുടെ വരുമാനത്തിലും വിളവിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും സമ്മിശ്ര കൃഷിയിൽ ശരാശരി വരുമാനം ലഭിക്കുമെന്നാണ് ഈ വനിതാ കർഷക പറയുന്നത്. അതേസമയം കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ തന്നെ അറിയപ്പെടുന്ന വനിതാ കർഷകയായിട്ട് പോലും പഞ്ചായത്തും കൃഷിവകുപ്പും കർഷക ദിനത്തിൽ വേണ്ട പരിഗണന നൽകിയില്ലെന്ന പരാതിയും സെലിൻ മാത്യുവിനുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഏഷ്യ കപ്പ് ഇന്ത്യൻ ടീമിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സഞ്ജു സാംസൺ. ഇപ്പോഴത്തെ ടൂർണമെന്റ് ഏഷ്യ കപ്പിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾക്ക് സഹായിക്കുമെന്നും സഞ്ജു സാംസൺ പറഞ്ഞു. ഉറപ്പായിട്ടും വലിയ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. കുറച്ച് ദിവസങ്ങളായി മാച്ചസ് കളിച്ചിട്ട്. അപ്പോൾ IPL കഴിഞ്ഞിട്ട് വലിയ കോമ്പറ്റീറ്റീവ് ഗെയിംസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ടൂർണമെന്റ് നടക്കുമ്പോൾ ഒരു ഏഷ്യ കപ്പിന് മുമ്പായിട്ടുള്ള നല്ലൊരു പ്രിപ്പറേഷൻ ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു. നാളെയാണ് ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുക. അതിന് മുന്നോടിയായിട്ടായിരുന്നു സഞ്ജുവിന്റെ പ്രതികരണം. ഇന്ത്യവുഡ് എക്സലൻസ് മീഡിയ അവാർഡ് ന്യൂസ് 18 കേരളം ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ എൽദോ പോൾ പുതുശ്ശേരിക്ക്. സ്പോർട്സ് മാധ്യമ പ്രവർത്തനത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം ഏരീസ് പ്ലെക്സിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. കല്യാൺ സിൽക്സിന്റെ പട്ടാമ്പി ഷോറൂം പ്രവർത്തനം തുടങ്ങി. പെരിന്തൽമണ്ണ റോഡിലാണ് ഷോറൂം. മുഹമ്മദ് മൊഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. കല്യാൺ സിൽക്സ് സെലക്ട് എന്ന പേരിലാണ് ഷോറൂം. ഓണക്കാല ഓഫറായ ഓണക്കോടിക്കൊപ്പം 2 കോടിയും എന്ന സമ്മാന പദ്ധതിയും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. കുറേ ബ്രാൻഡുകൾ, പുതിയ ബ്രാൻഡുകളൊക്കെ തന്നെ പട്ടാമ്പിയിൽ വരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും കല്യാൺ സിൽക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കൂടി പട്ടാമ്പിയിൽ വരുമ്പോൾ പട്ടാമ്പിക്കാർ പുറത്തു പോയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങാറ്. അതുപോലെ ഇവിടെ തന്നെ ആ ഷോപ്പിംഗ് അനുഭവം അവർക്ക് കിട്ടുമെന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കല്യാൺ സിൽക്കിനെ വളർത്തി വലുതാക്കിയത് മലയാളികളാണ്. മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് നാടുകളിൽ തന്നെ 10ഓളം ഷോറൂം നമുക്കുണ്ട്. ഇനിയും 2-3 ഷോറൂമിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് കേരളത്തെ നമ്മൾ ഓരോ 5 കിലോമീറ്ററും വലിയ സിറ്റിയായി മാറിയിരിക്കുന്നു. അപ്പോൾ ഒരു ജില്ലാ തലസ്ഥാനത്ത് നിന്ന് മറ്റേ ജില്ലയിലേക്ക് എത്തണമെങ്കിൽ വളരെയധികം സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി സിറ്റികളിലേക്കാണ് ഞങ്ങളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഷോറൂമാണ് ഇപ്പോൾ പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തത്. 15,000 ചതുരശ്ര അടിയിലാണ് ഷോറൂം ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം.